ഹലോ മൈ ഗൈസ്, നമ്മ ഇന്ന് പോകുന്നത് എവിടെയാന്ന് വെച്ചാല് മംഗലാപുരം എയർപോർട്ടില്. കൂടെ ഉള്ളത് കരീം ചാ ആൻഡ് റഷീച്ച. മംഗലാപുരം എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ റഷീച്ചാര ഏട്ടൻ പുതിയാപ്പിളനെ കൊണ്ടാക്കാറാന്നിട്ടാ. നീലേശ്വരം വരെ അമ്മ പോയത് കരീംചാര വണ്ടിയിലാണ്. കരീംചാര വണ്ടി കാഞ്ഞങ്ങാട് സർവീസിന് കൊടുക്കാനുണ്ടായിന്. ഗൈസ്, നമ്മ ഇതാ മംഗലാപുരത്തേക്ക് പോകുന്ന വഴിക്ക് പെരുവയിലായി. അമ്മ പകുതിക്ക് നമ്മളെ ഇറക്കി വിട്ട് ഗൈസ്. ഞാൻ റെസ്റ്റ് ചെയ്ത പെരുവയില് ഇറക്കി വിട്ടെന്നല്ല ഞാൻ വെറുതെ തട്ടിയടിച്ചു തന്നിട്ടാ. കരീംചാര വണ്ടി സർവീസിന് വെക്കാനുള്ളതുകൊണ്ട് നമുക്ക് മംഗലാപുരത്തേക്ക് പോകേണ്ട വേറെ വണ്ടിയിലാണ്. ആ വണ്ടി വരാൻ വേണ്ടി കാത്തുന്നതാണ്. അങ്ങനെ വണ്ടി നമ്മളെ മുമ്പിലെത്തി. വണ്ടിയിൽ കയറി നേരെ വിട്ട് മംഗലാപുരം എയർപോർട്ടിലേക്ക്. അങ്ങനെ തലപ്പാടി ടോൾ ഗേറ്റിന്റെ അടുത്ത് എത്തിയാറുണ്ട് ആടെ ഒരു ഉടുപ്പി വെച്ച്. ആടുന്നുണ്ട് ഒരു ചങ്ങായി കൈകാട്ടി വിളിക്കുന്നു. വന്ന് ചായയും കുടിച്ചിട്ട് പോയിക്കോ, നല്ല ചായയെല്ലാം കിട്ടും. അങ്ങനെ നേരെ കയറി ഒരു വടയും അതേപോലെ തന്നെ ഗോളി ബജിയും കേസരിയും ചായയെല്ലാം പറഞ്ഞ് നമ്മ എല്ലാവരും കൂടി ലാവിഷായിട്ട് ചായയും കുടിച്ചിട്ടാ. ഇവിടുത്തെ ഫുഡിന്റെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഉടുപ്പി വെച്ചത്തെ ഫുഡെല്ലാം ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ടേസ്റ്റുള്ള ഫുഡാണ്. കുറച്ച് റേറ്റ് അധികം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഒരു പള്ളിയിലേക്ക് പോയി കേട്ടാ. അസർ നിസ്കരിക്കാനുണ്ടായിന്. അങ്ങനെ അസറെല്ലാം നിസ്കരിച്ചിട്ട് അമ്മ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ മംഗലാപുരത്തേക്ക് പോയെന്ന്. അതിന് മുമ്പ് നമുക്ക് നമ്മ വന്ന വണ്ടി കാണിച്ചിട്ടുണ്ടേ. ഇതാണ് കേട്ടോ നമ്മ വന്ന വണ്ടി. മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരാണ്. ഡ്രൈവിംഗ് കരീംചാക്ക് കൈമാറിയിട്ട് ഞാൻ ബാക്കത്തെ സീറ്റിൽ കയറിയിരുന്നു. അങ്ങനെ റഷീച്ചാക്ക് വന്ന പുതിയ കണ്ണാടിയും കാണിച്ചു തന്നു. കണ്ണാടിയെല്ലാം നല്ല സെറ്റപ്പ് ഉണ്ട് കേട്ടോ, അടിപൊളി സാധനം തന്നെ. റഷീച്ചാനോട് പറഞ്ഞു ഇത് സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഗ്ലാസ്സാണ്. ഞാൻ ഇട്ടോക്കിയിട്ട് റഷീച്ചാനോട് അഭിപ്രായം ചോദിച്ചു അങ്ങനെ ഉണ്ട്, ഞാൻ മൊഞ്ചനായിട്ടില്ലേന്ന് വെച്ചു. റഷീച്ച പറഞ്ഞു മൊഞ്ചനായിന്. അങ്ങനെ നേരെ മംഗലാപുരം എയർപോർട്ടിലെത്തി. അപ്പൊ കണ്ട് മക്കളെ തലന്റെ മീത്തിലെ ഒരു ഫ്ലൈറ്റ് പോകുന്നു. ആടുന്ന് നേരെ മകരിബെല്ലാം നിസ്കരിച്ചിട്ട് മംഗലാപുരം എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറിട്ടാ. അങ്ങനെ മൂപ്പര എയർപോർട്ടിന്റെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനെടുക്കാന്ന് റഷീച്ച നമ്മളോട് പറഞ്ഞ് എയർപോർട്ടിന് താഴെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, നല്ല കിടിലം ഫ്രൈഡ് റൈസ് കിട്ടുന്നു. അങ്ങനെ റഷീച്ച പറഞ്ഞ സ്ഥിതിക്ക് നമ്മ അവിടെ നിന്ന് ഒരു ഫ്രൈഡ് റൈസ് കഴിക്കാന്ന് വിചാരിച്ച് നേരെ പോയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ആക്കിയിട്ട് നമ്മൾ 3 ആളും കഴിച്ച്. എന്താന്ന് വെച്ചാൽ നമുക്ക് വേറെ സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കാനുണ്ടായിന്, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് മാത്രം ഓർഡർ ആക്കിന്. ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങിയത് മംഗലാപുരം സിറ്റി മാർക്കറ്റിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ആക്കാനുണ്ടായിന്. സാധനം എല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നാട്ടിലേക്ക് വെച്ച് പിടിച്ചേട്ടാ. നാട്ടിലേക്ക് വരുന്ന വഴിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ, നല്ല ഗംഭീര മഴ കേട്ടാ. അങ്ങനെ മഴയെല്ലാം ആസ്വദിച്ച് നമ്മൾ നേരെ നാട്ടിലേക്ക്. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ.